ഈ പാകിസ്ഥാനെ സംബന്ധിച്ചോളം പണ്ട് തൊട്ടേ അവിടെ ഒരു ചൊല്ലുണ്ട്, പാകിസ്ഥാനെ കൺട്രോൾ ചെയ്യുന്ന 3A ആണ്. അതായത് അള്ളാഹ്, ആർമി, അമേരിക്ക. ഈ 3 കാര്യങ്ങളാണ് പാകിസ്ഥാനുള്ള സ്റ്റേറ്റിനെ എപ്പോഴും കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് പണ്ട് തൊട്ടേ അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ പണ്ട് തൊട്ടേ ഇങ്ങനെയുള്ള ചോദ്യത്തിന് നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും രണ്ടുപേരും ഏകദേശം എന്താ പറയാ 1947 സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് രണ്ട് ദിശയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ചോളം ജവഹർലാൽ നെഹ്റുവിന്റെ ഒരു കാഴ്ചപ്പാടിൽ അന്നത്തെ സോവിയറ്റ് യൂണിയനായിട്ട് കുറച്ച് ചായ ഉണ്ടായിരുന്നു. അവിടുത്തെ പല പോളിസീസും കൊണ്ടുവന്നു. അതുപോലെ തന്നെ പാകിസ്ഥാൻ ഈ ജന്മം കിട്ടിയ സമയത്ത് തന്നെ അവർക്ക് UK ആയിട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അതായത് ഇവിടുന്ന് പോയ ബ്രിട്ടീഷേഴ്സ് പാകിസ്ഥാനിലെ നേതാക്കന്മാരെ കൂടുതൽ വിശ്വസിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ അവരുടെ അടുത്തായിരുന്നു കൂടുതൽ താല്പര്യം. അതുവഴി അമേരിക്കയുടെ ബന്ധവും അവർക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റി. പാകിസ്ഥാനെ സംബന്ധിച്ചോളം അമേരിക്ക ഉപയോഗിച്ചത് സോവിയറ്റ് യൂണിയൻ ഫർദർ ഡൗൺ സൗത്തിലോട്ട് വരരുത്, ഇവിടെയുള്ള ഈ അറേബ്യൻ സീ പോലത്തെ ഒരു സീ കിട്ടരുത് എന്നുള്ള വേണ്ടി ഒരു ബഫർ സ്റ്റേറ്റ് ആയിട്ടാണ് അന്ന് പാകിസ്ഥാനെ അവർ ഉപയോഗിച്ചത്. അപ്പൊ അന്ന് എന്ത് പറ്റി? അപ്പൊ പാകിസ്ഥാൻ അവർ ഉപയോഗിക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള ശത്രുത പാകിസ്ഥാൻ കൊണ്ടുവന്നു. അപ്പൊ തീർച്ചയായിട്ടും പാകിസ്ഥാനെ അന്ന് തൊട്ടേ, അതാണ് ഇന്നത്തെ ഈ റിപ്പോർട്ട് അമേരിക്ക നമ്മുടെ ഈസ്റ്റേൺ കമാൻഡ് വിട്ട റിപ്പോർട്ടിനകത്തും 1950 തൊട്ടുള്ള കണക്കാണ് പറയുന്നത്. 51 തൊട്ടുള്ള കണക്കുകൾ 71 വരെയുള്ള യുദ്ധത്തിൽ ഏകദേശം $2 ബില്യൺ കൊടുത്തെന്നാണ് പറയുന്നത്.